ബാക്ക്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഓണം സെലിബ്രേഷൻ ഞങ്ങളെല്ലാവരും റെഡിയായി. 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ പിള്ളേരൊക്കെ വണ്ടിക്ക് കയറാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കിയുള്ളത് കാണിക്കും. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ഇറങ്ങിയില്ലെങ്കിൽ ഞാനും ലേറ്റ് ആവും. ഇപ്പോൾ ഓൾറെഡി 8:45 ടൈം. അപ്പോൾ 9 മണിക്ക് ആണ് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ അതിന് മുന്നേ എത്തണമല്ലോ. അപ്പോൾ ഹാളും കാര്യങ്ങളൊക്കെ അരുൺ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് ബാക്കിയുള്ളത് കാണാം. സീ യു ദേർ. അപ്പം ഞങ്ങളങ്ങനെ വണ്ടി കയറി ഞങ്ങൾ പോകേണ്ട വേയാണ്. സ്വർണ്ണയുണ്ട് ബാക്കിൽ. സുട്ടതേരിക്കണു. ചുട്ടു ഹായ് പറഞ്ഞ. ചുട്ടു ഹായ്. ചുട്ടു ഹായ് പറയില്ല. നമ്മുടെ ടിയാമോട്ടിന്റെ പ്രൗഢഗംഭീരമായ ഓണാഘോഷം ഇന്ന് ആണ്. നമ്മുടെ ടിയാമോട്ടിന്റെ ഒരു ചെറിയൊരു സ്ഥലമാണ്. ഹാമിൽട്ടണിൽ നിന്ന് ഒരു 30 കിലോമീറ്റർ ദൂരത്തുള്ള സ്ഥലമാണ്. ഒരു 25 ഫാമിലിയോളം ഞങ്ങളിവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടി വളരെ സന്തോഷത്തോടെ ഒരു പോലീസ് വണ്ടി കിടക്കണ്ടല്ലോ. നമ്മൾ സന്തോഷത്തോടെ നടത്തുന്നു. സീറ്റ് ബെൽറ്റ് ഇട്ടുന്ന കുഞ്ഞ്. അപ്പോൾ നമ്മളൊരു 25 ഫാമിലികളുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് ആയിട്ടുള്ള ഗെയിമുകളുണ്ട്, പിന്നെ കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ട്, പിന്നെ എൻ്റെ ഡാൻസ് ഉണ്ട്, എൻ്റെ പാട്ടുണ്ട്. അതൊക്കെ എന്താന്നുള്ളത് നമുക്ക് വഴിയെ കണ്ടറിയാം. ജിയാമുട്ടില് ഉള്ള ചീഞ്ഞ തക്കാളിയുടെ എണ്ണവും ചീഞ്ഞ പൊട്ടയുടെ എണ്ണവും ഇന്നത്തോടെ അവസാനിക്കും. ഇവളുടെ ഡാൻസ് ഉണ്ടെന്ന് പറയാമല്ലോ കേട്ടോ. ഇവളുടെയും ഋതികയുടെയും ഡാൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഇതിന് കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്നതാണ്. അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഇപ്പൊ ഓൾറെഡി ഒരു 10 മിനിറ്റും കൂടി ഉള്ളു 9 മണിക്ക്. അപ്പൊ നമ്മൾ ഓൺ ടൈം ആണ്. ഇനി ബാക്കിയുള്ള നടത്തിയൊന്നും നമുക്കറിയത്തില്ല. അപ്പൊ നമുക്ക് അവിടെ വെച്ചിട്ട് കാണാം. ഓക്കെ. അങ്ങനെ ഞങ്ങള് ഹാളിലെത്തി. അവിടെ കുറച്ച് പേര് വന്നിട്ടുണ്ട്. അപ്പൊ കറക്റ്റായിട്ടാ. ഈ പരിപാടിയുടെ വിജയം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കൈ അടിക്കേണ്ടടുത്ത് കൈ അടിക്കണം, ആർപ്പ് വിളിക്കേണ്ടടുത്ത് ആർപ്പ് വിളിച്ചോണം. എല്ലാവർക്കും പൂവാൻ അറിയാമോ? പൂവിയോളമൊക്കെ അറിയാമോ? അതെ. സോ പൂവി പ്രോത്സാഹിപ്പിക്കേണ്ടടുത്ത് നമ്മൾ പൂവി പ്രോത്സാഹിപ്പിക്കുക. പിന്നെ ഇവിടുന്ന് എല്ലാവരും തിരിച്ചു പോകേണ്ടത് നിങ്ങളുടെ മനസ്സും വയറും നിറഞ്ഞായിരിക്കണം. നമ്മുടെ സംസ്കാരം അല്ലെങ്കിൽ നമ്മുടെ കൾച്ചർ നമ്മളോട് പറയുന്നത് എല്ലാ നല്ല കാര്യങ്ങളും ഒരു ശുഭകാര്യത്തിനും ഉണ്ടാകുന്നത് പ്രാർത്ഥനയിലൂടെയാണ് കൊണ്ടുവരുന്നത്. അപ്പം എല്ലാവർക്കും ഒരു പ്രാർത്ഥനയും കൊണ്ടുവരാൻ വീണ ഒരു പ്രാർത്ഥന ആരംഭിക്കുന്നതാണ്.
എല്ലാവരെയും ഈ പ്രോഗ്രാമിലോട്ട് വെൽക്കം ചെയ്യുന്നു. കമ്മ്യൂണിറ്റി എല്ലാവരും ഒരു 3-4 ഓണം ഓൾറെഡി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ലാസ്റ്റ് ഓണം 2025 ഓൾമോസ്റ്റ് എല്ലാവരുടെയും ഒരു ലാസ്റ്റ് ഓണം ആയിട്ടുള്ളൂ. സോ പ്ലീസ് meet and every moment of this Onam and make it memorable event and be part of this Onam and everybody please enjoy. Thank you very much. ഓണം എന്ന് പറയുന്നത് നമ്മുടെ ബാല്യകാല സ്മരണകൾ കൂടിയാണ്. ഓണത്തെ കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ ഞാൻ ചിന്തകൾ ക്ഷണിക്കുന്നു. മലയാളികളെ എല്ലാവരെയും ഒരുമിച്ച് കാണാൻ പറ്റിയിട്ട് ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഓണക്കാലം ഭാഗ്യത്തിന്റെയും അനുഗ്രഹത്തിന്റെയും കൂടി ആയിരിക്കട്ടെ. നന്മ നിറഞ്ഞ 1000 പെരുമാറാശംസകൾ. കാത്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം മാവേലി തമ്പുരാന്റെ വരവിന് വേണ്ടിയാണ്. നമ്മുടെ മാവേലി ഇവിടെ റെഡിയാണ്. മാവേലി ആക്ച്വലി കുറച്ച് പഴയതാണ്. മുസ്ലിമിന്റെ എല്ലാ കഷ്ടം പലതരത്തില് ഇപ്പോൾ നമ്മുടെ ഇടയിലേക്ക് മാവേലി അവസാനമായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കൂടുതൽ സന്തോഷത്തോടെ നിറഞ്ഞ കഴിവുകളോടെ വേണം മാവേലി തമ്പുരാനെ സ്വീകരിക്കാൻ. കാരണം മാവേലിയെ കൂടുതൽ സന്തോഷവാനാക്കിയിട്ട് വേണം നമുക്ക് തിരിച്ച് പാതാളത്തിലേക്ക് പറഞ്ഞിരുന്നത്. ഈ അടുത്ത വർഷം കുളിരെ നമുക്ക് കിട്ടുന്നുള്ളൂ. റെഡിയാണോ മാവേലിയെ സ്വീകരിക്കാൻ? നിറഞ്ഞ കഴിവുകളോടുകൂടി ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യാം മഹാബലി ഓൺ സ്റ്റേജ്. എല്ലാ ടിയാമോട്ട മലയാളികൾക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവർക്കും സമ്പദ് സമൃദ്ധിയുടെ നല്ലൊരു ഓണമായിരിക്കട്ടെ എന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ കൾച്ചറൽ പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അടുത്തതായി നിങ്ങളെ എല്ലാവരെയും പൂർണ്ണമായിട്ടും ഓണമൂടിലേക്ക് എത്തിക്കാൻ ഒരു അടിപൊളി ഡാൻസുമായിട്ട് എത്തുന്നു മിക്ക ആൻഡ് കൃതിക. അതെ, ചേട്ടന്മാർക്ക് ആർക്കെങ്കിലും പൊന്നാടിയിലേക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർ റെഡിയാണ്.
അപ്പൊ അത് 10 ആക്കിക്കോ. ഓക്കേണോ? ഞാൻ 1 2 3 പറഞ്ഞോട്ടെ. 1 2 3.
അപ്പോ ഇങ്ങനൊരു പരിപാടി കൂടി ഉണ്ടാവാൻ ഇതിനു വേണ്ടി ഏറ്റവും കൂടുതൽ ഞങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത ഒരാള് സിജോ ചേട്ടനാണ്. സിജോ ചേട്ടൻ ഇല്ലായിരുന്നെങ്കിൽ ഈ പരിപാടി ഇവിടെ നടക്കില്ലായിരുന്നു. സിജോ ചേട്ടൻ സത്യമായിട്ടും സിജോ ചേട്ടൻ ഞങ്ങളുടെ തീയാമൂട്ടന്റെ രക്ഷാധികാരിയാണ്. അപ്പോൾ ഞങ്ങളുടെ രക്ഷാധികാരികൾക്ക് ഞങ്ങളൊരു ചെറിയൊരു ഇത് ഞങ്ങൾ കൊടുക്കാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ സ്നേഹാദരമായിട്ട് സിജോ ചേട്ടൻ വന്നിട്ടൊന്ന് സ്വീകരിച്ചാലും ലാസ്റ്റ് ഞങ്ങൾ ആഘോഷിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അടുത്ത തവണ നമുക്ക് ടിയാമറ്റോ കമ്മ്യൂണിറ്റി ആഘോഷം നടത്താം. നമുക്ക് ഇപ്പൊ തന്നെ എനിക്ക് 18 ഫാമിലീസ് ആണ് ഇവിടെ വന്നിട്ടുള്ളൂ. ഇതിപ്പോ 4-5 ഫാമിലീസ് നമുക്ക് നേരത്തെ അറിയിക്കാത്തതുകൊണ്ട് ഇത് കൂടാൻ പറ്റില്ല. കുറെ പേര് നാട്ടിൽ പോയി. ഇതുകൊണ്ട് മൊത്തം 10-25 ഫാമിലീസിനും ടിയാമറ്റോണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് അടുത്ത തവണ ഈ ആള് പോരാത്തതാണ്. അതുകൊണ്ട് എന്തായാലും തന്നെ എല്ലാവർക്കും നന്ദി, സന്തോഷം. ഇവിടെ വന്ന എല്ലാവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവരും വന്ന് അവരവരുടെ കടമകൾ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് എല്ലാവർക്കും സാധിച്ചു എന്ന് ഞാൻ കരുതുന്നു. റെക്കോർഡുകളെടുത്ത് അതിനെല്ലാവർക്കും മാനേജിംഗ് കമ്മിറ്റിയുടെ പേരിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ഓണാശംസകൾ. അപ്പൊ ഞങ്ങളുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഓണം അവസാനിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ഈ കൊല്ലത്തെ ഓണം അവസാനിച്ചിരിക്കുന്നു. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞില്ലേ നമ്മുടെ? ബൈ പറഞ്ഞേ, ബൈ 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 പറഞ്ഞേ, ബൈ ബൈ പറഞ്ഞേ, ബാ ചുട്ടു ബാ ബൈ പറ, ബൈ ബൈ പറഞ്ഞേ, ഒരു ബൈ പറഞ്ഞേ, ഒരു ബൈ പറഞ്ഞേ, ബൈ.